ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ജസ്റ്റ് ആ ഗ്രില്ലും കാര്യങ്ങളൊക്കെ തനതായ 2018 സ്റ്റോപ്പ് ചെയ്ത അതേ ഗ്രില്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ടാറ്റ ഇൻഡിഗയിൽ കാണുന്നത്. ടയറും കാര്യങ്ങളൊക്കെ നോർമലാണ്. സൈഡ് ഗ്ലാസ് ഒക്കെ ആണെങ്കിലും ആ ഒരു തനതായ ടാറ്റയുടെ സൈഡ് ഗ്ലാസും പിന്നെ സൈഡ് പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ആ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ്. നമുക്ക് ഒരു 98 മുതൽ 2018 വരെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു ടാറ്റ ഇൻഡിഗ. നമ്മൾ ബാക്കിലേക്ക് വരുവാണെങ്കിലും ആ ഒരു ടൈലൈറ്റൊക്കെ ആ തനതായ ആ ഒരു ടാറ്റയുടെ തന്നെ ആ ഒരു ഡിസൈൻ പാർട്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് കാണാം. ഇവിടെ ഇൻഡിഗ V2 എന്ന് പറഞ്ഞൊരു ലെറ്ററിംഗ് ഉണ്ട്. ഇത് 2010 മോഡലാണ് കേട്ടോ. 2010 മോഡലാണ്. LXI പിന്നെ മറിയൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു ലെറ്ററിംഗ് ഒക്കെ കാണാം. പിന്നെ ബമ്പറേഴ്സൊക്കെ തന്നെ ഫൈബർ ബമ്പറാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡീഫോഗറോ അങ്ങനെ ഒന്നുമില്ല. സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ 2000 ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നോക്കൂ, 2010 മോഡൽ വണ്ടിയാണ് നമുക്ക് ഇപ്പോൾ ഇത് കാണുന്നത്. 98 മുതൽ 2018 വരെ നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നതാണ്. ജസ്റ്റ് നമുക്ക് അകത്തോട്ട് വരുവാണെങ്കിൽ ഇന്റീരിയറൊക്കെ തനതായ ആ ഒരു ടാറ്റയുടെ തനതായ ഇന്റീരിയറൊക്കെ തന്നെയാണ്. സ്പീഡോമീറ്ററും കാര്യങ്ങളും സ്റ്റിയറിംഗ് വീലൊക്കെ ആ തനതായ ഒരു ക്വാളിറ്റി കുറവുണ്ട്. നമുക്ക് ഇത്രയും പഴകിയതിൻ്റെ ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുവാണെങ്കിലും ഒരു ഡാഷ്ബോർഡും കൺസോളൊക്കെയാണ്. അത് നോർമലായിട്ടുള്ള ഒരു കൺസോളും കാര്യങ്ങളൊക്കെ തന്നെ. നമ്മൾ സൈഡിലേക്ക് കയറുവാണെങ്കിൽ ആ ഒരു തനതായ ഒരു ഡോർപാട് തന്നെയാണ്. നമുക്ക് പവർ വിൻഡോയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവിടെ ആണെങ്കിലും അത്യാവശ്യം സീറ്റ് ജസ്റ്റ് പുതിയതാണ് കേട്ടോ. സീറ്റ് പുതിയത് നമുക്ക് ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ. ഒരു 4000 രൂപ സ്റ്റാൻഡിങ്ങുള്ളത് പുതിയ ഇട്ടതേ ഉള്ളൂ. പിന്നെ നമുക്ക് അകത്തോട്ട് വരുവാണെങ്കിലും ആ ഒരു കൺസോളും കാര്യങ്ങളൊക്കെ തനതായ ടാറ്റയുടെ തന്നെയാണ് കേട്ടോ. ആ ഒരു AC വിൻഡും കാര്യങ്ങളും പിന്നെ ഫ്രണ്ടിലെ ആ ഒരു ഫ്രണ്ട് കൺസോളൊക്കെ ആണെങ്കിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള കാർ സ്റ്റീരിയോ ഒക്കെ വരുന്നുണ്ടെങ്കിലും ഇതൊരു ലോ പ്രൈസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് വരുവാണ് ആ സ്റ്റിയറിങ്ങിൻ്റെ ആ തനതായ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഒരു ടാറ്റയുടെ തന്നെയാണ്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു 1193 cc എഞ്ചിനാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. പെട്രോളുണ്ട്, LPG സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളും പിന്നെ നമുക്ക് സൈഡ് മിററൊക്കെ ആണെങ്കിലും അത്യാവശ്യം വന്നിട്ട് ആ ഒരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അടുത്തത്. ഇതൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ ഒരു ടാറ്റയുടെ ഒരു വിഷ്വൽ കാണാൻ. ഇത് 2018 സ്റ്റോപ്പ് ചെയ്തു. 1998 ഇത് പ്രൊഡക്ഷൻ പ്ലാന്റ് നിർമ്മിക്കുകയും ചെയ്തിട്ട് നമ്മൾക്ക് തന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത് വരാം.